മക്കളെ, പാണ്ഡവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം ലഭിക്കണമെന്നും കൗരവരും പാണ്ഡവരും തമ്മിൽ സന്ധി ചെയ്ത് രമ്യതയിൽ ജീവിക്കണം എന്നുമുള്ള ദൗത്യവുമായി ശ്രീകൃഷ്ണൻ കൗരവസഭയിൽ ചെന്നു. ധൃതരാഷ്ട്രരും മറ്റു മഹാരഥന്മാരും ശ്രീകൃഷ്ണനെ അനുസരിക്കണമെന്ന് ദുര്യോധനനെ ഉപദേശിച്ചു. പക്ഷേ ശകുനി, ദുശാസനൻ, കർണൻ എന്നിവരുടെ വാക്കിനെ അനുസരിക്കുന്ന ദുര്യോധനന് കൃഷ്ണൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സമ്മതമായിരുന്നില്ല. ഒടുവിൽ ദൗത്യം പരാജയപ്പെട്ട് ശ്രീകൃഷ്ണൻ മടങ്ങിപ്പോന്നു. വരും വഴിക്ക് അദ്ദേഹം കുന്തിദേവിയെ സന്ദർശിച്ചു. അവരും യുദ്ധം ചെയ്ത് രാജ്യം നേടിയെടുക്കാൻ യുധിഷ്ഠിരനോട് പറയണമെന്ന് ശ്രീകൃഷ്ണനെ അറിയിച്ചു. അവിടെ നിന്നും മടങ്ങിപ്പോരും വഴി കൃഷ്ണൻ കർണനെ കൂടി രഥത്തിൽ കയറ്റി. ഒരു സ്ഥലത്തെത്തിയപ്പോൾ കൃഷ്ണൻ കർണനോട് അയാളുടെ ജന്മരഹസ്യം വെളിപ്പെടുത്തി. കുന്തിയാണ് അയാളുടെ യഥാർത്ഥ മാതാവെന്നും പാണ്ഡവർക്കൊപ്പം ചേർന്ന് രാജാവായി ജീവിക്കണമെന്നും ആവശ്യപ്പെട്ടു. കർണൻ തൻ്റെ മനസ്സ് വെളിപ്പെടുത്തി. താൻ കുന്തിപുത്രനാണെന്ന് അറിയാമെന്നും എന്നാൽ വളർത്തച്ഛനെയും അമ്മയെയും ഉപേക്ഷിക്കാൻ തയ്യാറില്ലെന്നും പറയുകയും യുദ്ധത്തിൽ കൗരവർ പരാജയപ്പെടും എന്നും പാണ്ഡവർ വിജയിച്ച് യുധിഷ്ഠിരൻ രാജാവായി കാണാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും കർണൻ കൃഷ്ണനോട് തുറന്ന് പറഞ്ഞു. അതിനുശേഷം ഇരുവരും പിരിഞ്ഞു. ഒരു ദിവസം വിതുരർ തൻ്റെ ഭവനത്തിൽ താമസിക്കുന്ന കുന്തിദേവിയോട് പറഞ്ഞു, ദേവി, ഞാൻ യുദ്ധത്തിന് എതിരാണെന്നറിയാമല്ലോ. ദുര്യോധനൻ വല്ലാത്തൊരു വാശിയിലാണ്. യുദ്ധം ചെയ്തെല്ലാം പിടിച്ചടക്കാമെന്ന് അയാൾ മോഹിക്കുന്നു. സംസർഗദോഷം എന്നല്ലാതെ എന്തു പറയാൻ? ഭഗവാൻ ശ്രീകൃഷ്ണൻ വിചാരിച്ചിട്ട് പോലും ദുര്യോധനൻ വഴങ്ങുന്നില്ല. ഇനി കൃഷ്ണൻ പാണ്ഡവരെ യുദ്ധസജ്ജരാക്കുക തന്നെ ചെയ്യും. കൗരവരുടെ ഈ പിടിവാശി അവർക്ക് മാത്രമല്ല, ഭൂലോകത്തുള്ളവർക്കെല്ലാം ദോഷകരമാകുകയേ ഉള്ളൂ. ഇത് കേട്ട് കുന്തി ഒരു നെടുവീർപ്പോടെ സ്വയം എന്നവണ്ണം പറഞ്ഞു, ബന്ധുജനങ്ങളുടെ മരണം കൊണ്ട് നേടുന്ന ഈ സമ്പത്തും ഐശ്വര്യങ്ങളും എത്രമേൽ നിന്ദ്യമാണ്. ഈ യുദ്ധത്തിൽ ജയിക്കുന്നതും തോൽക്കുന്നതും ബന്ധുക്കൾ തന്നെ. അതോർക്കുമ്പോൾ ദുഃഖം സഹിക്കാനാവുന്നില്ല. ഭീഷ്മരും ദ്രോണരും കർണനും പാണ്ഡവപക്ഷത്ത് നിൽക്കില്ല. അവർക്ക് ദുര്യോധനൻ്റെ ഒപ്പമേ നിൽക്കാൻ കഴിയൂ. പക്ഷേ സ്വന്തം ശിഷ്യന്മാർക്കെതിരെ ദ്രോണർ വൈരാഗ്യത്തോടെ പെരുമാറുകയില്ലെന്നറിയാം. ഭീഷ്മപിതാവും പാണ്ഡവരോട് അലിവുള്ളവനാണ്. എന്നാൽ കർണൻ്റെ സ്ഥിതി കണ്ടില്ലേ? അയാൾ കൗരവപക്ഷം പിടിച്ചുകൊണ്ട് പാണ്ഡവർക്കെതിരെ പകവച്ച് പുലർത്തുകയാണ്. ഇത് വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കർണൻ ഇങ്ങനെ പെരുമാറുന്നത്. ഇന്ന് ഞാൻ എല്ലാ രഹസ്യങ്ങളും ചുരുളഴിക്കാൻ പോവുകയാണ്. കർണൻ്റെ ജന്മരഹസ്യം അവനെ അറിയിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ്റെ മനസ്സ് മാറ്റാനൊരു ശ്രമം നടത്തുകയാണ് ഞാൻ. കുന്തിദേവി കർണനെ തേടി ഇറങ്ങി. ഗംഗാതീരത്ത് വെച്ച് അവർ കണ്ടുമുട്ടി. കർണൻ അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേദമന്ത്രങ്ങൾ ജപിക്കുകയായിരുന്നു. കർണൻ്റെ പിന്നിൽ കുന്തി കാത്തുനിന്നു. മന്ത്രജപം പൂർത്തിയാക്കി കർണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ നിൽക്കുന്ന കുന്തിദേവിയെ കണ്ടു. അയാൾ വിനയപൂർവ്വം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, അതിരഥൻ്റെയും രാധയുടെയും പുത്രനായ കർണൻ അവിടുത്തെ പ്രണമിക്കുന്നു. എന്താണ് ഇവിടെ വരാൻ കാരണം? അവിടത്തേക്കായി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? കുന്തി കർണൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, കർണ, നീ രാധേയനല്ല, കൗന്ദേയനാണ്. നീ സൂതകുലത്തിൽ പിറന്നവനല്ല. മകനെ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ കൗമാരകാലത്ത് കുന്തിഭോജ രാജാവിൻ്റെ കൊട്ടാരത്തിലായിരുന്നു ഞാൻ ജീവിച്ചത്. അവിടെ വെച്ച് ഞാനാണ് നിനക്ക് ജന്മം നൽകിയത്. ഞാനൊരു കന്യകയായിരുന്ന കാലത്ത് ജനിച്ച മകനാണ് നീ. സൂര്യദേവൻ്റെ പുത്രനാണ് നീ. അന്ന് നിൻ്റെ രക്ഷയ്ക്കായി കവചകുണ്ടലങ്ങളുണ്ടായിരുന്നു. നീ സ്വന്തം സഹോദരന്മാരെ തിരിച്ചറിയാതെ എന്തൊക്കെയോ മിഥ്യാധാരണയിൽ അകപ്പെട്ട് കൗരവർക്ക് കൂട്ടുനിൽക്കുകയാണ്. ഇത് ശരിയല്ല. മനുഷ്യധർമ്മങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നതാണ് ധർമ്മമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ചിന്തിച്ചു നോക്കൂ. കൗരവർ അനുഭവിക്കുന്ന രാജ്യവും രാജ്യലക്ഷ്മിയും അർജുനൻ്റെ നേട്ടങ്ങളല്ലേ? മകനെ, അത് നീ അനുഭവിക്കൂ. നീ പാണ്ഡവർക്കൊപ്പം നിന്നാൽ കൗരവർ നിന്നെ കുമ്പിടും. ബലരാമനും ശ്രീകൃഷ്ണനും എന്ന പോലെ കർണാർജുനന്മാർ ലോകപ്രശസ്തരാകും. മകനെ, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ആരാണ് നിങ്ങളെ എതിർക്കുക? എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണ് നീ. നീ പാണ്ഡവരുടെ മൂത്ത സഹോദരനാണ്. നീ സ്വയം സൂതപുത്രൻ എന്ന് പറയരുത്. നീ കുന്തിയുടെ സത്പുത്രനാണ്. അപ്പോൾ സൂര്യമണ്ഡലത്തിൽ നിന്നും ഒരു ശബ്ദം പോലെ കർണൻ്റെ ചെവിയിൽ മുഴങ്ങി, കർണ, കുന്തി പറഞ്ഞതെല്ലാം ശരിയാണ്. നീ നിൻ്റെ മാതാവിനെ അനുസരിക്കൂ. മാതാപിതാക്കളായ കുന്തിയും സൂര്യദേവനും ഇങ്ങനെ പറഞ്ഞുവെങ്കിലും കർണൻ്റെ മനസ്സ് തെല്ലും ചലിച്ചില്ല. അയാൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ക്ഷത്രാണി, ഇപ്പോൾ ഞാൻ അങ്ങയുടെ ആജ്ഞ അനുസരിച്ചാൽ അത് ധർമ്മവിരുദ്ധമാണ്. ക്ഷത്രാണി എന്ന് പറയുന്നത്
ക്ഷത്രിയ കുലത്തിൽ ജനിച്ച സ്ത്രീ എന്ന അർത്ഥത്തിലാണ്. അമ്മേ, അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചതിലൂടെ എൻ്റെ ക്ഷത്രിയ ജന്മം എനിക്ക് നഷ്ടമായി. ഒരു ശത്രുവിന് പോലും എന്നോട് ഇതിലേറെ ദ്രോഹം ചെയ്യാനാവില്ല. ഞാൻ ഈ ജന്മം കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അവിടുന്ന് ചിന്തിച്ചില്ല. ഇപ്പോൾ സ്വന്തം ആഗ്രഹം സാധിക്കുവാൻ വേണ്ടി അനുനയിപ്പിക്കാൻ വന്നതാണോ? പണ്ട് മുതൽ തന്നെ പാണ്ഡവരുടെ സഹോദരൻ എന്നൊരു സ്ഥാനം എനിക്ക് തന്നിരുന്നില്ല. യുദ്ധം അടുത്ത് വന്നപ്പോൾ ഈ വെളിപ്പെടുത്തൽ കേട്ട് ഞാൻ കൗരവരെ ഉപേക്ഷിച്ചാൽ യുദ്ധവീരന്മാരായ ക്ഷത്രിയർക്കിടയിൽ എൻ്റെ സ്ഥാനം എന്തായിരിക്കും? എന്നെ ഇന്നീ കാണുന്ന വിധത്തിലാക്കിയതും എൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും എനിക്ക് നേടിത്തന്നതും കൗരവരാണ്. അതിനൊക്കെ ഒത്ത ഉപകാരസ്മരണ എനിക്കുണ്ടാകണ്ടേ? ദുര്യോധനൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് ഈ യുദ്ധത്തിൽ മരണം സുനിശ്ചിതമാണ്. അതിനാൽ ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല. അങ്ങനെ അവരോടുള്ള എൻ്റെ കടം വീട്ടണമെന്നാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. എൻ്റെ സർവ്വ മനസ്സുമർപ്പിച്ച് ഞാൻ കൗരവർക്ക് വേണ്ടി അവിടുത്തെ മക്കളോട് യുദ്ധം ചെയ്യും. അതിനാൽ അവിടുന്ന് പറയുന്ന നന്മകളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ വാക്കുകൾ സ്വീകരിക്കുവാൻ എനിക്ക് കഴിയില്ല. എങ്കിലും അവിടുത്തെ ഈ വാക്കുകൾ പാഴാവില്ല. അമ്മയുടെ മക്കളെയെല്ലാം വധിക്കാൻ എനിക്ക് കഴിയും. എന്നാലും അർജുനനൊഴികെയുള്ള ആരെയും ഞാൻ വധിക്കില്ല. എനിക്ക് യുദ്ധം ചെയ്യേണ്ടതും പരാജയപ്പെടുത്തി വധിക്കേണ്ടതും അയാളെ മാത്രമാണ്. അയാളെ വധിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അതിലൂടെ തന്നെ എനിക്ക് യുദ്ധം ചെയ്യുന്നതിൻ്റെ ഫലവും യശസ്സും ലഭിക്കും. ഞങ്ങളിൽ ആര് മരിക്കേണ്ടി വന്നാലും അമ്മയ്ക്ക് 5 മക്കൾ തന്നെ ഉണ്ടാകും. കർണൻ്റെ ആത്മാർത്ഥത നിറഞ്ഞ ഈ വാക്കുകൾ കുന്തിയുടെ മനസ്സിൽ തറച്ചു. അവർ കർണനെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, കർണ, നീ പറഞ്ഞതു തന്നെ സംഭവിക്കും. യുദ്ധം നടന്നാൽ കൗരവർ ഒന്നാകെ നശിക്കും. എന്നാലും 4 സഹോദരന്മാർക്ക് നീ അഭയം നൽകുമല്ലോ. ഒരിക്കലും നീ ഈ വാക്കുകൾ മറക്കരുത്. ഇത്രയും പറഞ്ഞിട്ട് കുന്തിദേവി മടങ്ങിപ്പോയി. കർണനെ പിരിഞ്ഞ ശ്രീകൃഷ്ണൻ ഉപപ്ലവ്യത്തിലെ പാണ്ഡവരുടെ വാസസ്ഥലത്തെത്തി. യുധിഷ്ഠിരൻ കൃഷ്ണൻ്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. കൃഷ്ണൻ ഹസ്തിനപുരത്ത് ധൃതരാഷ്ട്രർ, ഭീഷ്മർ, ദ്രോണർ, വിതുരർ, ഗാന്ധാരി എന്നിവരെല്ലാം ചെയ്ത കാര്യങ്ങൾ പാണ്ഡവർക്ക് വിശദമായി പറഞ്ഞുകൊടുത്തു. എല്ലാം കേട്ട് ദുര്യോധനൻ സഭ വിട്ട് ഇറങ്ങിപ്പോയപ്പോൾ കുറേ ക്ഷത്രിയ രാജാക്കന്മാർ അയാളെ പിന്തുടർന്നതും ശ്രീകൃഷ്ണൻ അവരെ അറിയിച്ചു. അവരോട് ദുര്യോധനൻ പറഞ്ഞു, ഇന്ന് പൂയം നക്ഷത്രമാണ്. എല്ലാവരും കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെടണം. ഇത് കേട്ട് രാജാക്കന്മാർ ഭീഷ്മരെ സൈന്യാധിപനാക്കിക്കൊണ്ട് കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. കൃഷ്ണൻ യുധിഷ്ഠിരനെ നോക്കി പറഞ്ഞു, രാജാവേ, ഇനി അങ്ങ് ആലോചിച്ച് വേണ്ടത് ചെയ്താലും. സഹോദരങ്ങൾ തമ്മിൽ ഒരു വിരോധം നിലനിർത്തേണ്ട എന്ന് കരുതിയാണ് ഞാനിതിന് തയ്യാറായത്. അത് ഫലം കണ്ടില്ല. പിന്നീട് ഞാൻ അവരെ ഭയപ്പെടുത്തി നോക്കി. പാണ്ഡവർക്കുള്ള അവകാശം വിട്ടുകൊടുക്കണമെന്ന് രോഷത്തോടെ ഞാൻ പറഞ്ഞു. ദുര്യോധനൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ വഴിവിട്ട് നേടിയ രാജ്യം അവർക്ക് തന്നെ ഇരിക്കട്ടെ, പാണ്ഡവർക്ക് 5 ഗ്രാമങ്ങൾ നൽകുകയും ധൃതരാഷ്ട്ര മഹാരാജാവ് തന്നെ പാണ്ഡവരെ സംരക്ഷിക്കുകയും വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എന്നിട്ടും നീചനായ ദുര്യോധനൻ തൻ്റെ വാശിയിൽ തന്നെ ഉറച്ചു നിന്നു. ഇനി യുദ്ധമല്ലാതെ മറ്റൊരു ഉപായം ഇല്ല. ഇതെല്ലാം കേട്ട ശേഷം യുധിഷ്ഠിരൻ സഹോദരന്മാരോട് ചോദിച്ചു, കൃഷ്ണൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. യുദ്ധം ഒഴിവാക്കാൻ നമ്മുടെ അവസാനത്തെ ശ്രമമായിരുന്നു ഇത്. അത് പരാജയപ്പെട്ട സ്ഥിതിക്ക് നമ്മുടെ സൈന്യങ്ങളെ അണിനിരത്തുക. 7 അക്ഷൗഹിണി സൈന്യമാണ് നമുക്കുള്ളത്. ഓരോ അക്ഷൗഹിണിയെയും ദ്രുപദ മഹാരാജാവ്, വിരാട രാജാവ്, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, സാത്യകി, ചേകിതാനൻ, ഭീമസേനൻ എന്നിവർ നയിക്കട്ടെ. പോർക്കളത്തിൽ ഭീഷ്മപിതാമഹനെ നേരിടാൻ കെൽപ്പുള്ള ഒരു സർവ്വസൈന്യാധിപനെ നമുക്ക് വേണം. അതിനാരാണുള്ളത്? സഹദേവ, എന്താ നിൻ്റെ അഭിപ്രായം? സഹദേവൻ പറഞ്ഞു, ഞാൻ കരുതുന്നത് വിരാട രാജാവ് ആ സ്ഥാനത്തേക്ക് യോഗ്യനാണെന്നാണ്. അപ്പോൾ നകുലൻ മറ്റൊരഭിപ്രായം മുന്നോട്ട് വെച്ചു. പ്രായം കൊണ്ടും മനസ്സിൻ്റെ പക്വത, ശാസ്ത്രജ്ഞാനം, ധർമ്മനിഷ്ഠ എന്നിവ കൊണ്ടും ആ സ്ഥാനത്തേക്ക് ദ്രുപദ രാജാവും യോഗ്യനാണ്. അപ്പോൾ അർജുനൻ പറഞ്ഞു, എൻ്റെ നോട്ടത്തിൽ ആ സ്ഥാനത്തേക്ക് യോഗ്യൻ ദൃഷ്ടദ്യുമ്നൻ തന്നെയാണ്. യാഗാഗ്നിയിൽ നിന്ന് പിറന്നവൻ. പിറന്നപ്പോൾ തന്നെ പോർച്ചട്ടയണിഞ്ഞ് അമ്പും വില്ലും ധരിച്ച മട്ടിലാണ് അഗ്നിയിൽ നിന്നും ഉയർന്നു വന്നത്. വ്രതനിഷ്ഠയിൽ ഭീഷ്മർക്ക് തുല്യൻ തന്നെയാണ് ദൃഷ്ടദ്യുമ്നൻ. ഭീഷ്മവധത്തിന് വേണ്ടി പിറന്ന ശിഖണ്ണിയെ സർവ്വസൈന്യാധിപനാക്കണമെന്ന് ഒരഭിപ്രായം ഭീമസേനൻ പറഞ്ഞു. ഒടുവിൽ യുധിഷ്ഠിരൻ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം ശ്രീകൃഷ്ണനെ തന്നെ ഏൽപ്പിച്ചു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടവരെല്ലാം ആ സ്ഥാനത്തിന് യോഗ്യർ തന്നെയാണ്. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ദൃഷ്ടദ്യുമ്നൻ തന്നെ ആ സ്ഥാനം ഏൽക്കുന്നതായിരിക്കും നല്ലത്.
ആ അഭിപ്രായം ഏകകണ്ഠമായി അംഗീകരിച്ചു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി സൈന്യം യാത്രയ്ക്ക് തയ്യാറായി നിന്നു. ആനകളുടെ ചിഹ്നം വിളികൾ കൊണ്ടും കുതിരകളുടെ ചിനയ്ക്കൽ കൊണ്ടും ശംഖുലി കൊണ്ടും അന്തരീക്ഷം മുഖരിതമായി. സേനയുടെ മുന്നിൽ ഭീമൻ, നകുലൻ, സഹദേവൻ, അഭിമന്യു, ദ്രൗപദിയുടെ പുത്രന്മാർ, ധൃഷ്ടദ്യുമ്നൻ എന്നിവർ ആയുധധാരികളായി നിലകൊണ്ടു. ഭക്ഷണ സാമഗ്രികൾ കയറ്റിയ വണ്ടികൾ, ആയുധങ്ങൾ കയറ്റിയവ, യന്ത്രങ്ങൾ, പല്ലക്കുകൾ, മരുന്നുകൾ നിറച്ച വണ്ടികൾ, അവയ്ക്കൊപ്പം ചികിത്സ നൽകുവാനുള്ള വൈദ്യന്മാരെ കയറ്റിയ വാഹനങ്ങളും പുറപ്പെടാൻ ഒരുങ്ങി നിന്നു. എല്ലാറ്റിനും പിന്നിലായി യുധിഷ്ഠിരൻ്റെ രഥവും തയ്യാറായി. അവർ പുറപ്പെട്ടു. അവരെ യാത്രയാക്കിയ ശേഷം ദ്രൗപദിയും രാജാങ്കനമാരും ഉപപ്ലവ്യത്തിലേക്ക് മടങ്ങി. സൈന്യം മുന്നോട്ട് പോയപ്പോൾ ഇടയ്ക്ക് വെച്ച് കേകയ രാജ്യത്തെ 5 രാജകുമാരന്മാർ, ധൃഷ്ടകേതു, കാശി രാജകുമാരനായ അഭിഭു, ശ്രേണിമാൻ, വസുസേനൻ, ശിഖണ്ഡി തുടങ്ങിയ രാജകുമാരന്മാരെല്ലാം സൈന്യത്തിലേക്ക് ചേർന്നു. എല്ലാവരും ഒത്തുചേർന്ന് സൈന്യം കുരുക്ഷേത്ര ഭൂമിയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. ശ്മശാനം, താപസന്മാരുടെ ആശ്രമം, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും അകന്ന് പുൽപ്പരപ്പായ ഒരു തുറന്ന സ്ഥലത്ത് യുധിഷ്ഠിരൻ സൈനിക താവളം ഉറപ്പിച്ചു. ഓരോരുത്തർക്കും പ്രത്യേകം കുടീരങ്ങൾ പണിതിരുന്നു. അവിടെ വേണ്ടത്ര ഭക്ഷണ സാധനങ്ങളും വിറകും സംഭരിച്ചു. പാണ്ഡവർ കുരുക്ഷേത്രത്തിൽ എത്തിയതറിഞ്ഞ് സുഹൃത്തുക്കളായ ധാരാളം രാജാക്കന്മാർ അവരെ കാണുവാൻ വേണ്ടി എത്തി. ഇനി കൗരവ സൈന്യം കൂടി എത്തിച്ചേർന്നാൽ മുഹൂർത്തം നോക്കി യുദ്ധം ആരംഭിക്കാം. എല്ലാവരും അതിനായി കാത്തിരുന്നു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.